രാവും പകലും കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്കിപ്പോഴും ഒരു ജീവിതം തള്ളിനീക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്ത് ചില ആളുകൾ വളരെ കുറഞ്ഞ അധ്വാനം കൊണ്ട് കോടീശ്വരന്മാരാകുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ സത്യസന്ധമായി രാവും പകലും കഴുതയെപ്പോലെ പണിയെടുത്തിട്ടും അവരുടെ ജീവിതം ഒരുവിധം തള്ളിനീക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഇത് വെറും ഭാഗ്യത്തിന്റെ കളിയാണോ? ചാണക്യൻ പറയുമായിരുന്നു, അല്ല, ഈ വ്യത്യാസം ഭാഗ്യത്തിന്റേതല്ല, മറിച്ച് നിങ്ങളുടെ ചിന്താഗതിയുടെയും തന്ത്രങ്ങളുടെയും ഫലമാണ്. കഠിനാധ്വാനം വെറും വിയർപ്പ് മാത്രമേ ഒഴുക്കൂ, എന്നാൽ ശരിയായ ദിശയിലുള്ള ബുദ്ധിസമ്പത്ത് സൃഷ്ടിക്കും. നിങ്ങളും ഫലമില്ലാത്ത കഷ്ടപ്പാടുകളുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണു തുറപ്പിക്കും. നിങ്ങളുടെ ചിന്തയെ മാറ്റിമറിക്കുകയും ലക്ഷ്മിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന ചാണക്യന്റെ ആ 7 ശക്തമായ തന്ത്രങ്ങൾ എന്താണെന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കും. ഓർക്കുക, ധനത്തിന്റെ ദേവി അധ്വാനത്തിലല്ല, നീതിയിലാണ് സംപ്രീതയാകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ ഈ വിജ്ഞാനയാത്ര നമുക്ക് തുടങ്ങാം. ലക്ഷ്മി അധ്വാനത്തിന്റെയല്ല, ബുദ്ധിയുടെ ദാസിയാണ്. ആചാര്യ ചാണക്യൻ തക്ഷശിലയിലെ ഗുരുകുലത്തിൽ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രധാന പാഠമിതായിരുന്നു. ഒരിക്കൽ ഒരു ശിഷ്യൻ ധനം ലഭിക്കാൻ രാവും പകലും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചാണക്യൻ പറഞ്ഞ മറുപടി ഇന്നും സത്യമായി നിലനിൽക്കുന്നു. ലക്ഷ്മി വെറും അധ്വാനം കൊണ്ടാണെങ്കിൽ ലഭിക്കുന്നതെങ്കിൽ നിലമുഴുന്ന കർഷകനായിരിക്കും ഏറ്റവും ധനികൻ. അധ്വാനം മാത്രമാണ് എല്ലാമെങ്കിൽ ആനകളെ മെരുക്കുന്ന പാപ്പാൻ ചക്രവർത്തിയാകുമായിരുന്നു. അധ്വാനം ആവശ്യമാണ്, എന്നാൽ അത് ദിശാബോധമില്ലാത്തതാകരുത്. തന്ത്രങ്ങളില്ലാത്ത കഷ്ടപ്പാട് ഒരു മാപ്പുമില്ലാതെ യാത്രയ്ക്കിറങ്ങുന്നതുപോലെയാണ്. ഒരുപാട് നടക്കും, പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. മനസ്സിലാക്കുക, ലക്ഷ്മി വിയർപ്പൊഴുക്കുന്ന ഒരു സേവകന്റെ പിന്നാലെ നടക്കില്ല. പകരം ആ സേവനങ്ങളെ നിയന്ത്രിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ബുദ്ധിയുടെ പിന്നാലെയാണ് സഞ്ചരിക്കുന്നത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ എവിടെ, എപ്പോൾ, ആർക്കുവേണ്ടി വിയർപ്പൊഴുക്കണമെന്ന് അറിയുന്നവനാണ് ധനം ലഭിക്കുന്നത്. സമ്പത്തിനെ അകറ്റി നിർത്തുന്ന 3 വലിയ ദോഷങ്ങൾ. മഗധയുടെ തലസ്ഥാനത്തെ ഒരു സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലക്ഷ്മി ഒരിക്കലും കടന്നുചെല്ലാത്ത 3 വീടുകൾ ഏതൊക്കെയാണെന്ന് ചാണക്യൻ വ്യക്തമാക്കി. 1. അനിയന്ത്രിതമായ ചിലവ്, ആഡംബരം. ധനം ലഭിക്കുമ്പോൾ തന്നെ അത് ആഡംബരത്തിനായി ചെലവഴിക്കുന്നവൻ ലക്ഷ്മിയെ അപമാനിക്കുന്നു. താൻ സമ്പാദിച്ചുവെന്ന് അവൻ ചിന്തിക്കുന്നു. എന്നാൽ ലക്ഷ്മി ചിന്തിക്കുന്നത് ഇവനെന്നെ നിലനിർത്താൻ കഴിയില്ല എന്നാണ്. സംയമനമില്ലായ്മ ലക്ഷ്മിയെ അസ്ഥിരമാക്കുന്നു. 2. അസ്ഥിരമായ തീരുമാനങ്ങൾ, മടി. ശരിയായ സമയത്ത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവന്റെ അടുത്തേക്കാണ് ധനം വരുന്നത്. നോക്കാം, പിന്നീടാകാം എന്ന് പറഞ്ഞ് സമയം കളയുന്നവൻ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ലക്ഷ്മി അവസരങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നു, മടിയോടൊപ്പമല്ല. 3. ആത്മശങ്ക, സംശയം. എനിക്കെങ്ങനെ ധനികനാകാൻ കഴിയും, എന്റെ തലയിലെഴുത്ത് ഇങ്ങനെയല്ലേ എന്നിങ്ങനെ സ്വയം ചെറുതായി കാണുന്നവൻ ലക്ഷ്മിയുടെ വാതിലിലെത്തുന്നതിനു മുൻപേ തിരിഞ്ഞു നടക്കും. ധനം ആദ്യം ഭയപ്പെടുന്നത് ധൈര്യമില്ലായ്മയാണ്. നിങ്ങൾ ആദ്യം സ്വയം യോഗ്യനാണെന്ന് വിശ്വസിക്കണം. ചാണക്യന്റെ 7 ശക്തമായ ധനതന്ത്രങ്ങൾ. നിങ്ങൾക്ക് ശരിക്കും ധനികനാകാൻ യോഗ്യതയുണ്ടെങ്കിൽ, ജീവിതത്തിൽ വലുതു നേടാനുള്ള അഭിനിവേശമുണ്ടെങ്കിൽ ഈ 7 തന്ത്രങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. 1. ലക്ഷ്മി ബുദ്ധിയുടെ ദാസിയാണ്, അധ്വാനത്തിന്റെയല്ല. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ തത്വം. ശാരീരിക അധ്വാനത്തെ മാത്രം ആശ്രയിക്കരുത്. നിങ്ങളുടെ അധ്വാനത്തിന് ദിശാബോധം നൽകാൻ തലച്ചോറ് ഉപയോഗിക്കുക. എപ്പോൾ, ആർക്കുവേണ്ടി, എത്രത്തോളം കഷ്ടപ്പെടണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2. ധനം പിടിക്കുന്നതിനു മുമ്പ് സ്വയം നിയന്ത്രിക്കുക. സംയമനം. ധനത്തേക്കാൾ മുൻപ് വേണ്ടത് സംയമനവും സ്വഭാവഗുണവുമാണ്. ആത്മനിയന്ത്രണമുള്ളിടത്ത് ലക്ഷ്മി നിലനിൽക്കും. ധനം വരുന്നതിനു മുൻപേ വഴിതെറ്റിപ്പോകുന്നവന് അതിനെ സ്ഥിരമായി നിലനിർത്താൻ കഴിയില്ല. 3. ധനം ചെലവഴിക്കുന്ന തന്ത്രം സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ്. സമ്പാദിക്കുന്നത് ഒരു കലയാണ്, എന്നാൽ സംരക്ഷിക്കുന്നതും വളർത്തുന്നതും തന്ത്രമാണ്. അലക്ഷ്യമായി പണം ചെലവഴിക്കുന്നവൻ ധനത്തെ അപമാനിക്കുന്നു. ലക്ഷ്മിക്ക് ബഹുമാനം ലഭിക്കാതെ വരുമ്പോൾ അവൾ ഓടിപ്പോകും. നിങ്ങളുടെ ഓരോ ചെലവും രേഖപ്പെടുത്തുക. 4. സമയം ധനത്തേക്കാൾ വിലപ്പെട്ടതാണ്. സമയം പാഴാക്കുന്നവൻ ലക്ഷക്കണക്കിന് സ്വർണ്ണനാണയങ്ങൾ നഷ്ടപ്പെടുത്തി. നിങ്ങളുടെ ഓരോ നിമിഷവും ഒരു നാണയമാണ്. മടിയെ ഒഴിവാക്കി സമയം ശരിയായി ഉപയോഗിക്കുന്നവൻ തീർച്ചയായും ലക്ഷ്മിയെ ആകർഷിക്കും. 5. ബുദ്ധിയിലുള്ള നിക്ഷേപം ഏറ്റവും വലിയ നിക്ഷേപമാണ്. പണം വെറും വസ്തുക്കളിൽ മാത്രം നിക്ഷേപിക്കാതെ അറിവിലും പാടവത്തിലും നിക്ഷേപിക്കുക. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ധനം അവനിലേക്ക് തന്നെ ആകർഷിക്കപ്പെടുന്ന ഒരു കാന്തമായി സ്വയം മാറും. 6. അവസരങ്ങളെ തിരിച്ചറിയുന്നവനാണ് ധനികനാകുന്നത്. അവസരങ്ങൾ തനിയെ നിങ്ങളുടെ വാതിലിൽ മുട്ടുകയില്ല. നിങ്ങൾ അവയെ നോക്കിക്കാണുകയും തിരിച്ചറിയുകയും പിടിച്ചെടുക്കുകയും വേണം. ജോലിയിൽ മാത്രം മുഴുകി ചിന്തിക്കാൻ കഴിയാത്തവൻ അവസരങ്ങളും ലക്ഷ്മിയെയും നഷ്ടപ്പെടുത്തുന്നു. 7. ധനത്തെ പിടിച്ചു നിർത്താനുള്ള കല പഠിക്കുക. സമ്പാദിക്കുന്നത് എളുപ്പമാണ്,
എന്നാൽ പിടിച്ചു നിർത്തുകയും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ വൈദഗ്ധ്യം. സമ്പാദിച്ചാൽ മാത്രം പോരാ. ലക്ഷ്മി അകത്തു നിലനിൽക്കാൻ നിങ്ങളുടെ സാമ്പത്തിക മതിലുകൾ ബലപ്പെടുത്തേണ്ടതുണ്ട്. അവസാനമായി ചാണക്യൻ പറയുന്നു, തൊഴിലാളികൾ മാറും, എന്നാൽ തന്ത്രങ്ങളോടെ പ്രവർത്തിക്കുന്നവർ ഭരിക്കും. നിങ്ങൾ ജീവിതത്തിൽ ധനം, സമ്പത്ത്, യഥാർത്ഥ വിജയം എന്നിവ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നുമുതൽ വെറും വിയർപ്പൊഴുക്കുന്നത് നിർത്തുക. പകരം ബുദ്ധികൊണ്ട് അതിനെ സ്വാഗതം ചെയ്യാൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ കണ്ടതിന് നന്ദി. അടുത്ത തവണ കാണുന്നതുവരെ.